കണ്ണൂർ അഴീക്കലിലെ കപ്പലുകൾ പൊളിക്കുന്ന റക്കിംഗ് യൂണിറ്റിലേക്ക് 3.5 വർഷത്തിന് ശേഷം മഹത്തായൊരു അതിഥി എത്തുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധമുങ്ങിക്കപ്പൽ. കേരള മാരിടൈം ബോർഡിന്റെ സഹായത്തോടെ നടത്തിയ ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ കൂറ്റൻ മുങ്ങിക്കപ്പൽ കരതൊട്ടു. ആ ദൂരെ കാണുന്നത് അഴീക്കോട് തീരത്തേക്ക് പൊളിക്കാനായി കൊണ്ടുവന്ന ഒരു മുങ്ങിക്കപ്പലാണ്. ഏകദേശം 4-5 ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടത്തേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഡ്രഡ്ജിങ് കാരണം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പദ്ധതി ഉപേക്ഷിച്ച് മടങ്ങിയതാണ്. പിന്നീട് വലിയ തോതിലുള്ള പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഒരു 200 മീറ്റർ അകലെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. നാളെ മുതൽ തന്നെ അത് തീരത്തേക്ക് അടുക്കുകയും പൊളിച്ചു തുടങ്ങാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. 4 ദിവസത്തെ പരിശ്രമം, 4 കിലോമീറ്റർ അകലെ കടലിൽ അവസാനിപ്പിച്ച ദൗത്യം. 4-ാം നാൾ നാവികസേനയുടെ സിന്ധുധ്വജ് യുദ്ധ മുങ്ങിക്കപ്പൽ കര തൊടുന്നു. ചരിത്രം പറയാനുള്ള മുങ്ങിക്കപ്പലാണ് സിന്ധുധ്വജ്. ഇത് INS സിന്ധുധ്വജ് എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. ഇത് USSR മെയ്ഡാണ്. 1984 നിർമ്മിച്ചതാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആദ്യമായിട്ട് നേവി പുറത്തേക്ക് കൊടുക്കുന്ന ഒരു കപ്പലാണ്. ഇതുവരെ ഇന്ത്യൻ നേവി പുറത്തേക്ക് ഒരു മുങ്ങിക്കപ്പൽ കൊടുത്തിട്ടുമില്ല. ഇത് ഇന്ത്യയിൽ ആരും ഒരു നേവി ഒരു മുങ്ങിക്കപ്പൽ പൊളിച്ചിട്ടുമില്ല. ആദ്യമായിട്ടാണ് സിൽക്കിലേക്ക് ഒരു കപ്പൽ വരുന്നത്. ഇന്ത്യൻ നാവികസേന 37 വർഷം ഉപയോഗിച്ചു. കപ്പൽ പൊളിക്കാൻ സിത്താര കരാർ ഏറ്റെടുത്തു. വ്യവസായ വകുപ്പിന്റെ കീഴിലെ അഴീക്കൽ റക്കിംഗ് യൂണിറ്റിലേക്ക് കപ്പൽ എത്തിക്കണം. ആഴം കുറവ്, തീരത്തടുപ്പിക്കുന്നത് ശ്രമകരം. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പല്ല, ഇതൊരു സബ്മറൈനാണ്. സബ്മറൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്കെഗും ഇതിനകത്ത് അടിയിൽ കുറേ ചേമ്പേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഇത് പറഞ്ഞിരിക്കുന്ന 5.3 ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. സാധ്യമാവില്ല എന്നുള്ളതല്ല, എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ടാസ്കിലേക്ക് പുറപ്പെട്ടത്. കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, അഴീക്കൽ പോർട്ട് ഓഫീസർമാരും കേരള മാരിടൈം ബോർഡുമാണ് പാതിയിൽ നിന്ന് ദൗത്യം വിജയത്തിലെത്തിച്ചത്. ഒരു ആഴത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ സബ്മറൈൻ കയറി വരാനായിട്ട്. അപ്പോൾ ഒരു 1-2 അറ്റംപ്റ്റ് നടത്തിയിട്ട് അത് നടക്കത്തില്ല എന്ന് തോന്നി അവർ ഗുജറാത്തിലേക്ക് പോയി അവിടെ കമ്പനിയിൽ ഏതെങ്കിലും പൊളിക്കാമെന്നൊരു തീരുമാനമെടുത്ത് നിന്നപ്പോഴത്തേക്കാണ് ഒരു സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുകയും മാരിടൈം ബോർഡിനോട് അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ തീരത്തേക്ക് അടുക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച യുദ്ധക്കപ്പലാണ് 250 മീറ്റർ അകലേക്ക് എത്തിച്ചിരിക്കുന്നത്. അഭിമാനകരമായ നേട്ടം. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുബശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.